നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ മാസ്റ്റർ ക്യാമ്പിന്റെ മൂന്നാമത്തെ പാർട്ടാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അതായത് മൂന്നാമത്തെ എപ്പിസോഡായിട്ടാണ് ചെയ്യുന്നത്. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ട്രിം ഓപ്ഷനെ കുറിച്ചാണ്. നമ്മളിവിടെ ലൈൻസ്, റെക്ടാങ്കിൾ അങ്ങനെയുള്ള ടൂൾസ് എല്ലാം നമ്മൾ പരിചയപ്പെട്ടായിരുന്നു. ഇനിയിപ്പം അങ്ങനെയുള്ള വർക്കുകളൊക്കെ അല്ലെങ്കിൽ ഒരു വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതലായി ഉപയോഗിക്കുന്ന ഒന്നാണ് ട്രിം ചെയ്യുക എന്നുള്ള ഒരു ഓപ്ഷൻ. അപ്പോൾ ട്രിമ്മിൽ ഒന്നിലധികം ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഡിസ്പ്ലേയിൽ കുറച്ച് കാര്യങ്ങൾ വരച്ചിട്ടിട്ടുണ്ട്. സോ ഇതിലൂടെ നമുക്ക് ആ ട്രിം ഓപ്ഷനിൽ വരുന്ന അല്ലെങ്കിൽ ട്രിമ്മിൽ വരുന്ന ഓപ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം ആദ്യത്തെ വീഡിയോ കാണാത്തവരാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ പാർട്ട് 1 പാർട്ട് 2 കാര്യങ്ങൾ ലിങ്ക് ഇട്ടേക്കാം. അപ്പോൾ ജസ്റ്റ് ചെക്ക് ചെയ്തിട്ട് ഈ വീഡിയോയിലേക്ക് വരിക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇവിടെ നമുക്ക് ട്രിം ഓപ്ഷൻ കാണാം. ഇവിടുന്ന് നമുക്ക് ഷോർട്ട് കീസ് നമ്മൾ ഇട്ടിരിക്കുന്നതുകൊണ്ട് ഷോർട്ട് കീയിൽ ട്രിം കിടപ്പുണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ക്രിയേറ്റിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സോറി എഡിറ്റിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ട്രിമ്മിന്റെ ഓപ്ഷൻ കാണിക്കും. ട്രിം ഓപ്ഷൻ ഉണ്ട്, ട്രിം ബ്രേക്ക് എക്സ്റ്റെൻഡ് എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. ഓക്കെ, നമുക്കിപ്പോൾ ഇതിനകത്ത് മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്ന ട്രിം എന്ന് പറയുന്നത് ഈ ഒരു ഓപ്ഷൻസിനാണ് നമ്മൾ കൂടുതലായിട്ടും ആവശ്യം വരിക. അപ്പൊ ഞാനത് ആ ഒരു 3 ഓപ്ഷൻസ് ആണ് ഇപ്പം നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. നേരെ നമ്മൾ ട്രിം എടുക്കുകയാണ്. ട്രിം ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു മെനു ഇവിടെ ഓപ്പൺ ആയി വരും. ഓക്കെ, റിബൺ ബാറിൽ ഇങ്ങനെ ഒരു ഇത് കാണിക്കും. ഇതിൽ നമുക്ക് ആദ്യത്തത് നമ്മളിങ്ങനെ മൗസ് പോയിന്റർ കൊണ്ട് വയ്ക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം ട്രിം എക്സ്റ്റെൻഡ് ബ്രേക്ക്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള 3-4 ഓപ്ഷൻസ് ഇവിടെ കാണാം. ആദ്യത്തത് ട്രിം 1 എൻറ്റിറ്റി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ട്രിം 2 എൻറ്റിറ്റി, ട്രിം 3 എൻറ്റിറ്റി, അതുപോലെ തന്നെ ഡിവൈഡ് അല്ലെങ്കിൽ ഡിലീറ്റ്, പിന്നെ പോയിന്റ്, ട്രിം ടു പോയിന്റ് വരെയാണ്. പിന്നെ കൊടുത്തിരിക്കുന്ന ലെങ്ത് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഈ കൊടുത്തിരിക്കുന്നത്. അതിന്റെ തന്നെ ബ്രേക്ക് ചെയ്യാനും അതുപോലെ തന്നെ ട്രിം ഓപ്ഷനും ആണെന്നുള്ളതിന്റെ കാണിച്ചിട്ടുണ്ട്. തൊട്ടപ്പുറത്ത് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ക്ലോസ് അല്ലെങ്കിൽ അപ്ലൈ ചെയ്തു എന്നുള്ളതിന്റെ ഒരു ഓക്കെ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. നമ്മളിവിടെ ആദ്യത്തെ ഓപ്ഷൻ നോക്കാൻ പോവാണ്. ട്രിം 1 എൻറ്റിറ്റി എക്സ്റ്റെൻഡ് ചെയ്യുന്നതിന് തുല്യമാണ് ട്രിം അല്ലെങ്കിൽ എക്സ്റ്റെൻഡ് എന്നാണ് പറയുന്നത്. നമ്മളിവിടെ ക്ലിക്ക് ചെയ്ത് നമ്മളുടെ എന്താണ് നമ്മുടെ എയിം പോയിന്റ് അല്ലെങ്കിൽ എയിം ലൈൻ ഏതാണോ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇതുപോലെ ഇത് ജോയിൻ ആക്കാനായിട്ടുള്ള ഒരു ഓപ്ഷനാണ് ട്രിം ടു എക്സ്റ്റെൻഡ് എന്ന് പറയും. ഓക്കെ, ഇത് ഫസ്റ്റത്തെ ഒരു ഓപ്ഷൻ ആണ്. ഇത് തന്നെ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ട്രിമ്മും ആപ്ലിക്കബിൾ ആണ്. ഇങ്ങനെ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ലൈൻസ് തമ്മിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഓപ്പോസിറ്റ് ഉള്ള ലൈൻസ് നമുക്ക് ട്രിം ചെയ്ത് കളയാനും പറ്റും. ഞാൻ ടിക്ക് ചെയ്യാണ്. അതിനുശേഷം കൺട്രോൾ സെറ്റ് അടിച്ച് ബാക്ക് പഴയ രീതിയിലേക്ക് തന്നെ കൊണ്ടുവരികയാണ് കേട്ടോ. ഓക്കെ, ഇനി അതിൽ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ട്രിം 2 എൻറ്റിറ്റീസ് എന്നുള്ളതാണ്. ജസ്റ്റ് ഞാൻ 2 എൻറ്റിറ്റീസ് ഓപ്പൺ ചെയ്തു. ഇതിൽ നമുക്കൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാനായിട്ട് ഇവിടെ 2 ലൈൻ ക്ലോസ് ആയിട്ട് വരച്ചിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഈ ലൈൻ ക്ലിക്ക് ചെയ്തു. അതുപോലെ തന്നെ അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഈ ലൈനും ക്ലിക്ക് ചെയ്യാണ്. അപ്പൊ ഇത് സംഭവിക്കാൻ പോകുന്നത് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന 2 ലൈനുകൾ അവിടെ നിന്നുകൊണ്ട് റെസ്റ്റിൽ ഉണ്ടായിരുന്ന ബാക്കി രണ്ടും ട്രിം ആയി പോയി. സോ ഇതാണ് നമ്മുടെ ട്രിം 2 എൻറ്റിറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതിലേക്ക് വരികയാണ്. ഞാൻ കൺട്രോൾ സെറ്റ് അടിച്ചു. ഇവിടെ ട്രിം തന്നെ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ മൂന്നാമത് പറഞ്ഞുണ്ട് ട്രിം 3 എൻറ്റിറ്റീസ്. അതായത് ഇവിടെ നമുക്ക് ഞാൻ 3 എൻറ്റിറ്റീസ് ഇവിടെ വരച്ചിട്ടുണ്ട്. അതായത് 3 ലൈനായിട്ട് 2 ലൈനും ഒരു ആർക്കും വരച്ചിട്ടുണ്ട്. ഞാൻ ഈ 2 ലൈനും ക്ലിക്ക് ചെയ്ത് മൂന്നാമത്തെ ഇതും കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിൽ എവിടെയൊക്കെയാണ് കോമൺ ആയിട്ട് ജോയിൻ വന്നിരിക്കുന്നത് അത് മാത്രം അവിടെ നിന്നിട്ട് ബാക്കിയുള്ളതെല്ലാം ട്രിം ആയി പോകും. ഓക്കെ, ഇങ്ങനെ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന 3 എൻറ്റിറ്റീസ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. ദെൻ ഞാനത് കൺട്രോൾ സെറ്റ് അടിക്കുകയാണ്. ദെൻ അതിൽ അടുത്തത് വരുന്നത് നാലാമത് വരുന്ന ഓപ്ഷൻ ഡിവൈഡ് ആൻഡ് ഡിലീറ്റ് ആണ്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ വരച്ച് തുടങ്ങുമ്പോൾ തന്നെ ചെറുതായി നമ്മൾ ലൈനൊക്കെ വരച്ച് ജോയിൻ ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് ഡിവൈഡ് അല്ലെങ്കിൽ ഡിലീറ്റ്. ഇത് ഓൺ ആക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇവിടെ ഏത് വേണമെങ്കിലും നമുക്ക് ട്രിം ചെയ്ത് കളയാം. ജോയിൻ ആകുന്ന ഏരിയയിൽ നിന്നും ബാലൻസ് നിൽക്കുന്നതെല്ലാം നമുക്കിവിടെ ട്രിം ആയി പോകും. ഇപ്പൊ ഇവിടെ 2 ലൈനാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഇതിന്റെ ജോയിൻ, ഈ ലൈൻ വന്ന് ജോയിൻ ചെയ്തിരിക്കുന്ന പോയിന്റിന് അപ്പുറം ഇപ്പുറം ഉള്ളത് നമുക്ക് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. കണ്ടോ, ഇതിപ്പോ ഇവിടുന്ന് പോയി ഇതും ഡിലീറ്റ് ചെയ്യാം. ഇനി വേണമെങ്കിൽ ഫുൾ ആയിട്ട് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. അപ്പൊ ഏതൊരു ലൈനിനെയും ജോയിൻ ചെയ്ത് കിടക്കുന്നിടത്തുനിന്ന് നമുക്ക് വേണമെങ്കിൽ ആ ജോയിനിങ് പോയിന്റിൽ നിന്ന് എക്സ്റ്റെൻഡ് ആയി നിൽക്കുന്നിടത്തുനിന്ന് എക്സ്റ്റെൻഡ് ആയി നിൽക്കുന്നിടത്ത് നമുക്ക് ട്രിം ചെയ്യാം. അതുപോലെ തന്നെ ഏത് പോർഷനിൽ നിന്ന് വേണമെങ്കിൽ നമുക്കത് ഡിലീറ്റ് ആക്കി കളയാനുള്ള ഓപ്ഷനാണ് ട്രിം ഡിവൈഡ് ആൻഡ് ഡിലീറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ വരുന്നത്. ഡിവൈഡ് ആൻഡ് ഡിലീറ്റ്. ഓക്കെ, ഇനി ഈ ഡിവൈഡ് ആൻഡ് ഡിലീറ്റ് നമ്മൾ ഇത് ഓഫ് ആക്കി ഇടുകയാണ്. ജസ്റ്റ് ഇത് ഓഫ് ആക്കി ഇനി നമുക്ക് വെറുതെ ട്രിം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഓപ്ഷൻസ് ഒന്നും നമ്മൾ ഓൺ അല്ല, വെറുതെ ട്രിം മാത്രം ഓൺ ആണ്. ജസ്റ്റ് ഇത് ക്ലിക്ക് ചെയ്യുക. നമ്മുടെ സെലക്ഷൻ ഉള്ള ഏത് പോയിന്റിലേക്കാണ് ഈ ലൈൻ മുട്ടാതെ നിൽക്കുന്നത് അത് നമുക്ക് മുട്ടിക്കാൻ വേണ്ടി എക്സ്റ്റെൻഡ് ആയിട്ട് നമുക്ക് ഇതിനെ
യൂസ് ചെയ്യാം. ജസ്റ്റ് ട്രിം എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്താൽ മാത്രം മതി. ഇതിനകത്ത് വേറെ എക്സ്റ്റെൻഡ് എന്നുള്ള ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക്കലി ഇത് സെലക്ട് ആവും. ഈ ഫസ്റ്റത്തെ വൺ എൻറ്റിറ്റി, അതായത് ട്രിം വൺ എൻറ്റിറ്റി എന്നുള്ള അതേ ഇത് തന്നെയായിരിക്കും ഇതിൽ ഫങ്ഷൻ ചെയ്യാം. ഓക്കെ, അങ്ങനെ നമുക്കിത് ജോയിൻ ചെയ്ത് ചെയ്യാൻ സാധിക്കും. ഇനി അടുത്തതായിട്ട് വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ട്രിം ടു പോയിന്റ് ആണ്. നമ്മൾ ഈ ട്രിം ടു പോയിന്റ് ഓൺ ആക്കി ഇട്ടതിന് ശേഷം നമുക്ക് ഡിസൈഡ് ചെയ്യാം നമുക്ക് എവിടം വരെ ട്രിം ആക്കണം. ഞാൻ ജസ്റ്റ് ഈ ലൈൻ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ഒരു പോയിന്റിൽ കൊണ്ടുപോയി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, ഇതുപോലെ നമുക്ക് ട്രിം ചെയ്യാൻ സാധിക്കും. നമ്മളൊരു ജസ്റ്റ് ലൈൻ ക്ലിക്ക് ചെയ്യുന്നു, പോയിന്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ട്രിം ആയി മാറും. അപ്പൊ അത് ഒരു പോയിന്റിൽ നിന്നും അടുത്തൊരു പോയിന്റ് വരെ നമുക്ക് ഡിസൈഡ് ചെയ്യാം എത്ര വരെ ഡിസ്റ്റൻസ് വേണമെന്ന് വെച്ചാൽ ആ ഡിസ്റ്റൻസിൽ നമുക്ക് ട്രിം ചെയ്ത് കളയാൻ സാധിക്കും. ഇനി അതുകൂടെ ഇവിടെ നമുക്കൊരു അഡീഷണൽ ഓപ്ഷൻ ഉണ്ട്. പോയിന്റ്സ് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. നമ്മൾ ട്രിം എടുക്കുക, നമ്മളിവിടെ ലൈൻ കൊടുത്തിട്ടുണ്ട്. അതായത് ഇവിടെ ഒരു ലെങ്ത് 10 എന്ന് പറഞ്ഞു കൊടുക്കും. ഞാൻ ഇവിടെ ഒരു 6 mm കൊടുത്തു. പക്ഷേ ഈ ലൈനിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് കണ്ടോ, ഇത് നേരെ 6 mm അഡീഷണൽ കൂടി. അതിങ്ങനെ നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും ഇങ്ങനെ കൂട്ടി കൂട്ടി കൊണ്ടുവരാൻ സാധിക്കും. 6 mm വെച്ചിട്ട് അതായത് എക്സ്റ്റെൻഡ് ചെയ്യാം. നമുക്ക് എത്ര ഡിസ്റ്റൻസ് വേണമെങ്കിലും ഒരു സ്ഥലത്തു നിന്നും കൂട്ടി കൂട്ടി, അത് 90 ഡിഗ്രിയിലായിരിക്കും അത് മൂവ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് ട്രിമ്മിനകത്തുള്ള മെയിൻ ഓപ്ഷൻസ്. അതിന്റെ ഡിസ്റ്റൻസ് നമുക്ക് ഇവിടെ വേണമെങ്കിൽ നമുക്ക് കൂട്ടി കൊടുത്തിട്ട് നമുക്ക് ഇവിടുന്ന് കൂട്ടാം. ഞാനിവിടെ ഇത് ലോക്ക് സ്റ്റേജ് ആയിരുന്നു. ജസ്റ്റ് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ അത് ഇങ്ങനെ മൂവ് ചെയ്ത് വരുന്ന കാണാൻ സാധിക്കില്ല. ഈ പറഞ്ഞ വാല്യൂവിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മാത്രമേ നമുക്ക് ആ എക്സ്റ്റെൻഡ് കിട്ടുള്ളൂ. ഓക്കെ, അതെപ്പോഴും ഒന്ന് ഓർത്തണം. ഇതിപ്പോ എല്ലാം നമുക്ക് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് 10 വെച്ചിട്ട് കൂട്ടാൻ സാധിക്കും. സോ ഇത്രയും കാര്യങ്ങൾ ആണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ട്രിം ഓപ്ഷനിൽ മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സാധനം. ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് ഇതുപോലെ ഞാൻ എങ്ങനെയാണോ ആദ്യം വരച്ചിരുന്നത് അതേപോലെ തന്നെ നിങ്ങൾ ഫിഗർ വരയ്ക്കുക. ജസ്റ്റ് വരച്ചിട്ട് അത് ട്രൈ ചെയ്ത് നോക്കാം. എങ്ങനെയാണോ നമ്മൾ ആദ്യം വരച്ചിരുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതേ ഒരു ഫിഗറിൽ എല്ലാം വരച്ചിടുക. അതിനുശേഷം നിങ്ങൾ ഇതിൽ വേണം ഇത് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് അത് മനസ്സിലാവും. ഓക്കെ, അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോകൾ അപ്ഡേറ്റ് ആയിട്ട് നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തേക്ക് വൈൻഡപ്പ് ചെയ്യണം. താങ്ക് യു സോ മച്ച്.